എങ്ങനെയുണ്ട് പ്രദീപ്? പ്രദീപിന്റെ അടിപൊളി വേഷങ്ങൾ, നല്ല അടിപൊളി. ഒരു ഡ്രാഗൺ വൈബ് തന്നെ. ഡ്രാഗൺ വൈബ് നല്ല ഹ്യൂമറുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കണ്ടുണ്ട്, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ? നല്ല പെർഫോമൻസ്, എങ്ങനെയുണ്ട്? പ്രദീപ് പഴയതുപോലെ നല്ല രീതിയിൽ വർക്കൗട്ട്, നല്ല കോമഡി കാര്യങ്ങളും എല്ലാം വർക്കായിട്ടുണ്ട്. ഒരു ഡ്രാഗൺ വൈബ് ആണോ? ഓക്കെ, ഒരു എന്റർടൈൻമെന്റ് ആണല്ലേ? ബോറിംഗ് ഒന്നുമില്ല. അവരൊക്കെ ഒന്നാമത് പ്രദീപ് കോംബോ എല്ലാം നല്ലതായിട്ടുണ്ട്. ഓക്കെ, കണ്ടോണ്ടിരിക്കാം. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്ഥിരം പാറ്റേൺ അല്ല, മാറിയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഇവിടെ അടുപ്പിക്കാൻ പാട്ടും മൊത്തത്തില് കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ. ആ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരൊറ്റ പാട്ട് കൂടുമ്പോണ്ട് അതാണ് ഒരു ആശ്രവേശം വരുമ്പോ അതാണ്. ഒരു തിയേറ്റർ വാച്ചാണല്ലേ? എന്താണ് ബ്രോ ഇഷ്ടപ്പെട്ട പടത്തില്? നല്ല എന്റർടൈനർ ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. പ്രതിഭ എന്താണെന്ന് കൊള്ളായിരുന്നു. മമ്മിന്റെ കോമ്പിനേഷൻ സീൻസും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ചേച്ചി പടം? ഓക്കെ, കോമഡി പടമാണോ? ഓക്കെ, ഒരു മമിത ഇവരൊക്കെ എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല. സായുടെ ഒരു ഫസ്റ്റ് മൂവിയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത ഫസ്റ്റ് മൂവിയാണ് സായുടെ. എല്ലാ പാട്ടും വെച്ചാൽ ഊടും ബ്ലഡ് തൊട്ട് അവസാനം വരുന്ന എല്ലാ പാട്ടും, ക്ലൈമാക്സ്, പിന്നെ ജസ്റ്റ് ആ സൗണ്ട് പ്ലേ തന്നെ എല്ലാം എനിക്ക് നല്ല വർക്ക് ചെയ്ത സംഭവമാണ്. നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്നും മികച്ച് നിൽക്കുകയായിരുന്നു. PR എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രദീപ് എനിക്ക് നല്ല ഇഷ്ടം, നല്ല ആക്ടിംഗ് ആയിരുന്നു, നല്ല ഡയറക്ഷൻ. നമിതയെ കുറിച്ച് പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ. ഫസ്റ്റ് തൊട്ട് ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയാം, പക്ഷേ അതൊക്കെ സെക്കൻഡ് ഹാഫിലെ ഫീൽ ആവുന്നത്. ഫാമിലിയുടെ ആ സെൻസ് സെക്കൻഡ് ഹാഫിലെ വരുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഫുള്ളും പ്രദീപിന്റെ ഒരു ഫുൾ അരങ്ങേറ്റം വേണമെങ്കിൽ നല്ല പടം ഹാട്രിക്കാണ്, പുള്ളിയുടെ ഹാട്രിക്ക് വിജയമാണ്. ലവ് ടുഡേ, ഡ്രാഗൺ, ഈ പടം ഇത് കൺഫേം ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം നമ്മൾ വെറൈറ്റി സ്റ്റോറിയാണ്. നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സെക്കൻഡ് ഹാഫ് വരേണ്ട സീനുകളൊക്കെ 10 മിനിറ്റ് തന്നെ വന്നായിരുന്നു. അപ്പോൾ എന്താണ് പടം എന്നുള്ളത് ഇതായിരുന്നു. പടം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പടത്തിൻ്റെ ക്ലൈമാക്സ് ഉള്ള എമോഷൻസാണ്. എന്നാലും പുള്ളിയുടെ ഹാർട്ട് ലൈൻ വിജയം. എങ്ങനെയുണ്ട് മമിതയും പ്രദീപൊക്കെ? നല്ല പേരാണ് അവർ. നമ്മൾ പുള്ളി ഇതുവരെ ചെയ്ത മൂന്നാമതോടെ ബാക്കി 2 പേരിനെ കാട്ടി ഇവർ 2 പേര് നല്ല അടിപൊളി. ഇനിയും ഈ പേരിലെ പടങ്ങൾ വരാൻ പ്രതീക്ഷിക്കാൻ ചാൻസ്. കാരണം നല്ല ഒരു കെമിസ്ട്രി 2 പേർക്ക് തമ്മിലുണ്ട്.